നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. പ്രവചനങ്ങൾക്ക് ചെവിക്കൊള്ളാതെ ഇന്ത്യ, ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിക്കായി കാത്തിരുന്ന് രാജ്യം. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണി തുടങ്ങുക. രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ 18ാം ലോക്സഭയുടെ സ്ഥാനം ഏറെ പ്രത്യേകതകൾ ഉള്ളതാകും. 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിന് ഒടുവിൽ വോട്ടെണ്ണലിലേക്ക് കടക്കുമ്പോൾ ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമാകും എണ്ണുക. പിടിയും കോഴിക്കറിയും അത്രയും ആവേശം വേണ്ടെന്ന് പാർട്ടി പ്രവർത്തകരോട് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി. തന്റെ വിജയം ആഘോഷിക്കാൻ പിറവത്ത് പാർട്ടി പ്രവർത്തകർ പിടിയും കോഴിക്കറിയും തയ്യാറാക്കിയതിനെ വിമർശിച്ച് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. പ്രവർത്തകർ മിതത്വം പാലിക്കണം. പിടിയും കോഴിക്കറിയും പാഴാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അത്രയും ആവേശം വേണ്ട. താൻ ആരോടും പിടിയും കോഴിക്കറിയും തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പാർക്കിങ്ങിനെ ചൊല്ലി തർക്കം. കൊല്ലത്ത് ഹോട്ടൽ ജീവനക്കാരനെ കുത്തിക്കൊല്ലാൻ ശ്രമം. ഡെലിവറി ബോയ് അറസ്റ്റിൽ. കൊല്ലത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഡെലിവറി ബോയ് പോലീസിന്റെ പിടിയിലായി. പള്ളിത്തോട്ടം ഇരവിപുരം QSS കോളനിയിലെ ഫാത്തിമ മൻസിലിൽ അജീർ മകൻ ഇജാസ് ആണ് കൊല്ലം വെസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് വെള്ളയിട്ടമ്പലത്തിന് സമീപമുള്ള ഹോട്ടലിൽ ഭക്ഷണം എടുക്കാനെത്തിയ പ്രതി ഈ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ഇതിലിടയിൽപ്പെട്ട ഹോട്ടൽ ജീവനക്കാരനായ മുഹമ്മദ് സഫാൻ എന്ന യുവാവിനെ ഇജാസ് കുത്തിക്കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. മീൻ പിടിക്കുന്നതിനിടെ ബോട്ടിൽ വെള്ളം കയറി. പാഞ്ഞെത്തി റെസ്ക്യൂ ബോട്ട്. 11 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ആലപ്പുഴയിൽ വെള്ളം കയറി മുങ്ങിക്കൊണ്ടിരുന്ന മത്സ്യബന്ധന ബോട്ടിൽ നിന്നും തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. കൊല്ലം ശക്തികുളങ്ങര സ്വദേശി അർമാന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് പീറ്റേഴ്സ് ബോട്ടിലെ 11 തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ കായംകുളം പൊഴിക്ക് പടിഞ്ഞാറ് കടലിൽ മീൻ പിടിക്കുന്നതിനിടെയാണ് വെള്ളം കയറി ബോട്ട് താഴ്ന്നത്. ബൈക്കിലെത്തി വയോധികയുടെ മാല പൊട്ടിച്ചു. പിന്തുടർന്ന നാട്ടുകാരുടെ മുഖത്ത് മുളകുപൊടി വിതറിക്കടന്നു. പ്രതി പിടിയിൽ. കുഴൽമന്ദത്ത് ബൈക്കിലെത്തി വയോധികയുടെ മാല പൊട്ടിച്ച പ്രതി പിടിയിൽ. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി ഇമ്രാനാണ് പിടിയിലായത്. മെയ് 16-നാണ് കേസിനാസ്പദമായ സംഭവം. കുഴൽമന്ദം കുത്തന്നൂർ സ്വദേശിനി അമ്മിണി അമ്മയുടെ മാലയാണ് 2 അംഗ സംഘം പൊട്ടിച്ചത്. മോഷ്ടാക്കളെ പിന്തുടർന്ന നാട്ടുകാരുടെ മുഖത്ത് മുളകുപൊടി വിതറി സംഘം കടന്നുകളയുകയായിരുന്നു. ഇമ്രാനൊപ്പം മറ്റൊരാൾ കൂടി സംഘത്തിലുണ്ടായിരുന്നു. മലപ്പുറം പെരുമ്പടപ്പ് സ്വദേശിയായ പ്രതി യൂസഫിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇത് ഞങ്ങളുടെ കോൺഫിഡൻസാ. മോദി 3.0 ആഘോഷിക്കാൻ 25,000 ലഡു ഒരുക്കി പാലക്കാട്ടെ BJP പ്രവർത്തകർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് വരാനിരിക്കെ ഇന്നേ NDAയുടെ ജയം ഉറപ്പിച്ച് ആഘോഷങ്ങൾ പ്ലാൻ ചെയ്ത് പാലക്കാട്ടെ BJP പ്രവർത്തകർ. മോദിയുടെ ഹാട്രിക് വിജയം അറിഞ്ഞയുടൻ മധുരം പങ്കുവയ്ക്കാനായി 25,000 ലഡുകളാണ് പാലക്കാട്ടെ BJP തയ്യാറാക്കിയിരിക്കുന്നത്. അന്തിമ ഫലം വന്നയുടൻ ഒട്ടും വൈകാതെ 12 മണിയോടെ തന്നെ ലഡു വിതരണം ചെയ്തു തുടങ്ങും. പാലക്കാട്ടെ യുവമോർച്ച മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഡു ഒരുക്കിയിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPയുടെ വിജയം ഒരേ സ്വരത്തിൽ പ്രവചിക്കുക കൂടി ചെയ്ത പശ്ചാത്തലത്തിലാണ് പാലക്കാട്ടെ BJPയുടെ ആത്മവിശ്വാസം ഇത്ര വർദ്ധിച്ചത്. മാത്രമല്ല, കേരളത്തിൽ നിന്നും ഒന്നോ അതിലധികമോ BJP അംഗങ്ങളെ പാർലമെന്റിലേക്ക് അയക്കാനാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ BJPയുടെ പ്രതീക്ഷകൾ വാനോളമാണ്.
വോട്ടെണ്ണൽ കൊല്ലത്ത് ഗതാഗത നിരോധനം രാവിലെ 5 മണി മുതൽ ആൽത്തറമൂട് ലക്ഷ്മിനട റോഡിൽ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് സ്കൂളിൽ നടക്കുന്ന വോട്ടെണ്ണലിന്റെ ഭാഗമായി ആൽത്തറമൂട് ലക്ഷ്മിനട റോഡിൽ ഇന്ന് രാവിലെ 5 മണി മുതൽ വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ പൊതുഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. വാഹനങ്ങൾ ആൽത്തറമൂട് ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് കഴ്സൺ റോഡിലൂടെ ലക്ഷ്മിനട ഭാഗത്തേക്ക് പോകേണ്ടതാണ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റും ഇടിയും. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റൊരു ചക്രവാത ചുഴി തെക്കൻ ആന്ധ്ര തീരത്തിനും വടക്കൻ തമിഴ്നാടിനും സമീപത്ത് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.